ദോശയ്ക്കും ഇഡലിക്കും അരച്ച മാവ് ബാക്കിയുണ്ടോ എന്ന് ഓടിപ്പോയി എടുത്തിട്ട് വാ. വൈകിട്ടത്തെ ചായക്കൊപ്പം ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, പൊടിയായി അരിഞ്ഞ കുറച്ച് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഒരു കുഞ്ഞു സവോള കുനുകുനാന്നരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്. ഇനി ഇതെല്ലാം ഇട്ട് വഴറ്റി ഒരുപാടൊന്നും വഴണ്ട് പോവാതെ ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്ത് ബാക്കി വന്ന ഇഡലി മാവിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്ത് 1 സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ഉണ്ണിയപ്പ പാത്രം അടുപ്പത്ത് വെച്ച് ഇതുപോലെ ഓരോ കിഴുത്തയിലേക്കും കുറേശ്ശെയായി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവ് ഇതുപോലെ ഒരു തവി വെച്ച് കുറേശ്ശെയായി ഓരോ റൗണ്ടിലേക്കും ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച ശേഷം മൂടി തുറന്ന് ഓരോന്നായി തിരിച്ചിട്ട് കൊടുത്ത് മറുവശവും ഒന്ന് മൊരിയിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി മൊരിഞ്ഞു വരും. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ ഓരോന്നും കോരി മാറ്റാം. വൈകിട്ടത്തെ ചായയോടൊപ്പം എന്ന് ഞാൻ പറഞ്ഞാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഒരു ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനും ഇത് അടിപൊളിയാട്ടോ. അപ്പോൾ ബാക്കി വന്ന മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇതും നോക്കി ഇരിക്കാതെ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിക്കോ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.